ഭക്തിയുടെ വിശ്വാസസാഗരം തീർക്കുന്ന കോട്ടയം തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ശനിയാഴ്ച കൊടിയേറും. ഈ മാസം 21-നാണ് ആവേശത്തിന്റെ അലകൾ ഉയർത്തുന്ന തിരുനക്കര പൂരം അരങ്ങേറുന്നത്. തിരുനെറ്റിക്കണ്ണിലും അമൃതേന്ദു കിരണത്തിൻ തിരിനീട്ടും കരുണാംബുധേ. ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ചന്ദന സുഗന്ധവുമായി തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ശനിയാഴ്ച കൊടിയേറും. വൈകുന്നേരം 7-ന് ക്ഷേത്രം തന്ത്രി താഴ്മൺമഠം കണ്ഠരര് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തൃക്കൊടിയേറ്റ് കർമ്മം നടക്കുന്നത്. വിശേഷാൽ ക്ഷേത്ര ചടങ്ങുകൾക്കൊപ്പം പ്രശസ്ത കലാകാരന്മാരുടെ കലാപരിപാടികളും ക്ഷേത്രകലകളും തിരുവുത്സവത്തെ സമ്പന്നമാക്കും. തിരുവുത്സവ ദിനങ്ങളിൽ നടക്കുന്ന ഉത്സവബലി ദർശനവും ഭക്തർക്ക് പുണ്യസുഹൃതമേകും. ആവേശത്തിന്റെ അലകൾ ഉയർത്തുന്ന തിരുനക്കര പൂരം ഈ മാസം 21-നാണ് അരങ്ങേറുന്നത്. പൂരത്തിന് പടിഞ്ഞാറ് കിഴക്ക് ചേരുവാരങ്ങളിലായി 22 ഗജവീരന്മാർ അണിനിരക്കും. അസുരവാദ്യമായ ചെണ്ടയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണിത്വത്തിൽ 111-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന സ്പെഷ്യൽ പഞ്ചാരിമേളം പൂരപ്പറമ്പിനെ താളപ്രപഞ്ചമാക്കി മാറ്റും. ഈ മാസം 24-ന് ആറാട്ടോടുകൂടി തിരുവുത്സവത്തിന് കൊടിയിറങ്ങും. ഇനിയുള്ള പകലിരവുകളിൽ ഭക്തിക്കൊപ്പം ആഹ്ലാദത്തിൻ്റെയും അനുഭൂതി പകരുന്ന തിരുവുത്സവം കോട്ടയത്തിന് സമ്മാനിക്കുന്നത് അവിസ്മരണീയമായ മുഹൂർത്തങ്ങളായിരിക്കും. കോട്ടയത്തിൻ്റെ മണ്ണിലും മനസ്സിലും ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും കളഭച്ചാർത്തണിയിച്ചുകൊണ്ട് തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ശനിയാഴ്ച കൊടിയേറുകയാണ്. പ്രശസ്തരായ കലാകാരന്മാരുടെ കലാപരിപാടികൾ തിരുവരങ്ങിനെ സമ്പന്നമാക്കുമ്പോൾ ആവേശത്തിൻ്റെ അലകൾ ഉയർത്തുന്ന തിരുനക്കര പൂരം ഈ മാസം 21-നാണ് അരങ്ങേറുന്നത്. കോട്ടയത്തിന് ഇനി ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും ദിനങ്ങളാണ് സമാഗതമാകുന്നത്. തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ക്യാമറമാൻ അനിൽ ആലുവയ്ക്കൊപ്പം എസ് നാരായണൻ, ACV ന്യൂസ്, കോട്ടയം.